നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മണ്ണുത്തി ഒല്ലുക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതക ചോർച്ച. ഒഴിവായത് വൻ ദുരന്തം. തിങ്കളാഴ്ച രാവിലെ 8:45ഓടെയായിരുന്നു സംഭവം. അമോണിയം പൈപ്പിന്റെ വാൽവിനുണ്ടായ തകരാറാണ് ചോർച്ചയ്ക്ക് ഇടയാക്കിയത്. സംഭവ സമയം ക്ലീനിംഗ് സ്റ്റാഫുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്നും പുതുക്കാട് നിന്നുമുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി വെള്ളമടിച്ച് നിർവീര്യമാക്കി. അപകടകാരിയായ അമോണിയം മനുഷ്യർക്ക് അലർജിയും മരണത്തിനും വരെ സാധ്യത ഏറെ ഉള്ളതാണ്. 25,000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കറിലാണ് അമോണിയം സംഭരിച്ചിരുന്നത്. ഫാക്ടറിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ജില്ലാ ഫയർ ഓഫീസർ ബി വൈശാഖും കോർപ്പറേഷൻ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാറും അഭിപ്രായപ്പെട്ടു. ഫാക്ടറിയിൽ ഓഡിറ്റിംഗ് നടത്താൻ നിർദ്ദേശിക്കുമെന്നും തൃശൂർ ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ ബി വൈശാഖ് പറഞ്ഞു. ഇവിടെ കറണ്ട് പോയതുകൊണ്ട് തന്നെ ടാങ്കിലേക്ക് റിട്ടേൺ പോയിട്ടില്ല. അത് കാരണം ഇത് തിരിച്ചിപ്പോൾ കറണ്ട് പിടിച്ച് അതേ പോകുന്നു. ഇതിൻ്റെ പുറത്ത് ലീക്കേജ് ഉണ്ടായിട്ട് അതിന് ക്യൂബിറ്റ് പോലെ ഫോം ചെയ്തു. അത് നമ്മൾ വാട്ടർ ജെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളത് ഡിസ്പെറ്റ് ചെയ്ത് ലയിപ്പിച്ച് ഒഴുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുവട്ടത്ത് ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് നമ്മളെ ശ്ലേഷ്മ സ്ഥലങ്ങൾ കണ്ണിൻ്റെ സ്ഥലങ്ങളേക്കാൾ ബാധിക്കുന്നു. അതാണ് ഇതിനകത്ത്. അതുകൊണ്ടാണ് മാസ്ക് വെച്ച് BS സെഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ആൾക്കാർ നമ്മൾ ജീവനക്കാർ മൊത്തം പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കൺട്രോളാണ് കറണ്ട്. സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് ഒറ്റയടിക്ക് 6,640 രൂപ കുറഞ്ഞു. തുടർച്ചയായ കുതിപ്പിന് ശേഷമാണ് സ്വർണ്ണവില കുറയുന്നത്. തിങ്കളാഴ്ച സ്വർണ്ണവില പവന് 6,640 രൂപയുടെ കുറവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 830 രൂപ കുറഞ്ഞ് 13,890 രൂപയും പവന് 1,11,120 രൂപയും രേഖപ്പെടുത്തി. സ്വർണ്ണവില റോക്കറ്റ് കുതിപ്പിൽ ഉയർന്നത് സ്വർണ്ണാഭരണ വിപണിയെ കാര്യമായി ബാധിച്ചിരുന്നു. വില കുറയുന്നതോടെ ആഭരണ വിപണി സജീവമാകുമെന്നാണ് പ്രതീക്ഷ. ജനകീയ സംരക്ഷണ സമിതി വേലൂപ്പാടം കിണർ യൂണിറ്റ് സമ്മേളനം പ്രസിഡന്റ് ശിവദാസൻ തൂയത്ത് ഉദ്ഘാടനം ചെയ്തു. ജോസ് തട്ടിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ആൻസി തോമസ്, KK ശാന്ത, സൂപ്പി, ഷിഹാബ് പെരുവാൻകുഴിയിൽ, KC സുരേഷ്, മുഹമ്മദ് കൊമ്പത്തിൽ, സുദീപ് ആലപ്പള്ളി, ഹംസ കളപ്പാടൻ, റഷീദ് കാരികുളം എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ജോസ് തട്ടിൽ, സെക്രട്ടറി KK ശാന്ത, ട്രഷററായി KC സുരേഷ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ഇഞ്ചക്കുണ്ട് ലൂർദുപുരം ഗവൺമെന്റ് UP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് കളിയുത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാന കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായ മിമിക്രി കലാകാരി നയന മണികണ്ഠൻ കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷാജി തോമസ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക റിൻസി ജോൺ, PP പീതാംബരൻ, CV സിന്ധു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം പ്രദേശത്ത് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. തുടർച്ചയായി കൃഷിഭൂമിയിൽ കാട്ടാനിറങ്ങി നാശം വിതയ്ക്കുന്നതായി കർഷകർ. നായാട്ടുകുണ്ട് മേഖലയിലെ വനപ്രദേശങ്ങളിൽ നിന്നാണ് ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത്. വെള്ളിക്കുളങ്ങര സ്വദേശി സ്റ്റീഫൻ പാട്ടത്തിനെടുത്ത 7 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലെ 100ഓളം കുലച്ച വാഴകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാടിറങ്ങിയെത്തിയ ആനക്കൂട്ടം നശിപ്പിച്ചത്. 25 മുതൽ 30 കിലോ വരെ തൂക്കം വരുന്ന കായക്കുലകൾ അടക്കമുള്ള വാഴകളാണ് ആനകൾ ഒടിച്ച് നശിപ്പിച്ചത്. കപ്പ, പൈനാപ്പിൾ കൃഷികളും വ്യാപകമായി നശിപ്പിച്ച നിലയിലാണ്. കാട്ടാനകളെ വനഭൂമിയിൽ തന്നെ നിലനിർത്താൻ വനം വകുപ്പ് അടിയന്തര നടപടിയെടുക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കാട്ടാനകൾ മാത്രമല്ല, പന്നി, കുരങ്ങ്, മുള്ളൻ പന്നി തുടങ്ങിയ വന്യമൃഗങ്ങളും കാടിറങ്ങി ജനവാസ മേഖലയിൽ എത്തുന്നുണ്ട്. ഇത് വെള്ളിക്കുളങ്ങര സെന്ററിന്റെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പറമ്പാണ്. 6-7 ഏക്കർ സ്ഥലമുണ്ട്. ജനവാസ മേഖലയാണ്. കംപ്ലീറ്റ് വീടും അതൊക്കെ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കംപ്ലീറ്റ് എല്ലാ ദിവസവും ആന, അതുപോലെ തന്നെ മുള്ളൻപന്നി, പന്നി, മാന്, അണ്ണാൻ, കുരങ്ങ് ഡെയിലി നിരന്തര ശല്യമാണ്. കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. കൃഷി പോട്ടെ, അതുപോലെ തന്നെ മനുഷ്യന് പേടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ആരും ഇത് റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ.
അതിന് മാത്രം ആനകളും ഡെയിലി വരാണ്. ഇപ്പോൾ ഇത് വിഷ്വൽസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ വന്നാണ് ആനകൾ വന്നിട്ട് കളഞ്ഞേണതും വീടുകളുടെ മുന്നിലും മതിലും കമ്പിവേലിയും. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥരെക്കാളും കൂടുതൽ മൃഗങ്ങളാണ്. പിന്നെന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഇല്ലെങ്കിൽ ജനങ്ങൾ എന്താ ചെയ്യാന്നുള്ളത് നിങ്ങൾ പറയണം. കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, വേറെ എന്ത് തൊഴിൽ ചെയ്യാൻ പറ്റാ ഉള്ള സ്ഥലത്ത് ഒരു ഇത്ര പൈസകൾ മുടക്കിയിട്ടിട്ട് ഇപ്പോൾ 10,500 വാഴ വെച്ചണ്ടിയിൽ 25-30 കിലോ തൂക്കം വരുന്ന 100-ലേറെ വാഴയാണ് കളഞ്ഞത്. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് കൊടുക്കോ കൊടുത്തില്ല അതൊന്നുമല്ല. എന്ത് വിശ്വസിച്ച് ഇവിടെ മനുഷ്യനേനും ജീവിക്കും. അതിന് ശാശ്വത ഒരു പരിഹാരം വേണം. വനത്തിൽ നിന്ന് ഫെൻസിംഗ് ലൈനുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് ആനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത്. കാട്ടാനക്കൂട്ടം ഇറങ്ങിയ വിവരം അറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര സെക്ഷൻ ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാപ്പകൽ വ്യത്യാസമില്ലാതെ എത്തുന്ന ആനകൾ നിരന്തരം കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം മേഖലയിലെ ജനങ്ങളുടെ ജീവനും ഭീഷണിയായി മാറുകയാണ്. കൃഷിക്ക് നേരെയുള്ള കാട്ടാനകളുടെ ആക്രമണം നിയന്ത്രണമില്ലാതെ തുടർന്നാൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മലയോര കർഷകരുടെ ഉപജീവനം പോലും അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വനമേഖലയോട് ചേർന്ന് സോളാർ ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും ഒപ്പം കിടങ്ങുകൾ നിർമ്മിച്ച് ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾ എത്തുന്നത് പതിവായതോടെ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ. രാവും പകലും വ്യത്യാസമില്ലാതെയാണ് ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വാഴത്തോട്ടത്തിൽ തന്നെ ഏകദേശം 100-ലേറെ കുലച്ച വാഴകളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുള്ളത്. പ്രദേശത്ത് കൃഷി ചെയ്യാൻ കഴിയാതെയായിരിക്കുന്നു എന്നാണ് വലിയ വേദനയോടെ കൃഷിക്കാരായ നാട്ടുകാർ പറയുന്നത്. ഏതായാലും അടിയന്തരമായ ഒരു ശ്രദ്ധ അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തൃക്കൂർ പഞ്ചായത്ത് 18-ാം വാർഡ് ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ സന്ദീപ് കണിയത്ത് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സംഗീത ദിവാകരൻ, A നാരായണൻകുട്ടി, CV ഷംസുദ്ദീൻ, ഷാജു അറങ്ങാശ്ശേരി, റസീന എന്നിവർ പ്രസംഗിച്ചു. ഇവർക്ക് വായനാശീലം വളർത്തണം. വായനശാല വളർത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ മന്ന വായനശാല കമ്മിറ്റി അംഗങ്ങൾ കൂടി ഉണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് മെമ്പർഷിപ്പ് നമുക്ക് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഇരിക്കുന്ന ആരുടെ മക്കൾക്കും ആ കുട്ടികളുടെ വായനാശീലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വായനശാലയിൽ നമ്മുടെ മെമ്പർഷിപ്പ് ഒരു 50 കുട്ടികൾ കൊടുത്തു ഒരു 10 കുട്ടികൾ വായിക്കാൻ തയ്യാറായാൽ അത് ഒരു പക്ഷേ നമുക്ക് വലിയൊരു കാര്യം. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ അമ്പ് തിരുനാളിന് കൊടിയേറി. ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, കൊടിയേറ്റം എന്നീ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോസ് കിടങ്ങൻ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സോണി കിഴക്കൂടൻ, ജനറൽ കൺവീനർ റോബിൻ കൊന്നാനിക്കാട്ട്, ജോയിന്റ് കൺവീനർ ലിജി പ്ലാമൂട്ടിൽ, ട്രസ്റ്റിമാരായ വർഗീസ് റോക്കി മഴുവഞ്ചേരി, ജോൺസൺ ചുങ്കൻ, ജോർജ് കൊടവരക്കാരൻ, ബിൻസി ജെയ്സൺ ചെങ്ങാലിക്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 7, 8, 9 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സുഖം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുതുക്കാട് വടക്കേത്തുറവ് കൊക്കാലി ജ്യോതി അന്തരിച്ചു. 49 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ഭർത്താവ് പോളി, സിസ്റ്റർ ജിപ്സി തെരേസ്, സിസ്റ്റർ പ്രിൻസി, ജിൽസി എന്നിവർ മക്കളാണ്. ചെങ്ങാലൂർ SN പുരം ചുള്ളിപ്പറമ്പിൽ 92 വയസ്സുള്ള ജാനകി അന്തരിച്ചു. സംസ്കാരം നടത്തി. ഭർത്താവ് വിജയൻ, ലോകിതാഷൻ, സതീശൻ, ഷീജ, ഷീന, ഷീബ, പരേതനായ ജയാതിലകൻ എന്നിവർ മക്കളും. വസുമതി, ഹേമ, വിൽസൺ, ബാബു മുകുന്ദൻ, പരേതയായ ജീജ എന്നിവർ മരുമക്കളുമാണ്. മുരുക്കുങ്ങൽ താഴത്തേക്കുടിയിൽ ഫിലോമിന അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് പരേതനായ ജോസഫ്, ജോഫിൻ, ജിഷ, ജിത എന്നിവർ മക്കളും. ബ്ലസ്മി, സണ്ണി, ജിജോ എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്,
കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,890 രൂപയും പവന് 1,11,120 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.